മഞ്ജൂസ് ഫുഡീസ് സെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു അറബിക് ഡിഷാണ്, ചിക്കൻ മന്തി. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമ്മുടെ വീട്ടിലെ കുഴിയൊന്നുമില്ലാതെ ഈ കുഴിമന്തി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ചിക്കൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്കിൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം. സ്കിന്നോട് കൂടി ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. 1 കിലോ ചിക്കൻ ഞാനിപ്പോൾ ഇവിടെ 6 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മന്തി ഉണ്ടാക്കുമ്പോൾ ചിക്കനൊക്കെ നമുക്ക് കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചിക്കൻ്റെ സൈസസ് എങ്ങനെയാണെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കത്തിയോ ഒരു ഫോർക്കോ വെച്ചിട്ട് നമുക്ക് ഇതിലെല്ലാം ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ അതിനുള്ളിലേക്ക് നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ പീസസിലും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ചിക്കനിലേക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കി എടുത്തിട്ടുള്ള മന്തി മസാലയാണ് ചേർത്തിരിക്കുന്നത്. മുന്നേ ഞാൻ മന്തി മസാലയുടെ, അതായത് അറബിക് സ്പൈസ് മസാലയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ മന്തി മസാല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു സ്പൈസ് മിക്സാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത് എങ്കിൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനൊക്കെ നല്ല റെഡ് കളർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് വേറെ ഫുഡ് കളറൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അധികം കളർ ചേർത്ത ചിക്കനാണ് കിട്ടാറ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കളർ ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കളർ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു സവോള, മീഡിയം സൈസുള്ള സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ഇതേപോലെ തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെയും ഓണിയൻ്റെയും അളവ് പറയുകയാണെങ്കിൽ, സ്പൂൺ അളവ് പറയുകയാണെങ്കിൽ 4 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയുടെ ഇല, ഏതാണ്ട് 1 ടേബിൾ സ്പൂണോളം മല്ലിയുടെ ഇല ചേർത്ത് കൊടുക്കാം. ഈ 3 ഇൻഗ്രീഡിയൻസും, അതായത് ഉള്ളിയും ക്യാപ്സിക്കവും മല്ലിയുടെ ഇലയൊക്കെ ചിക്കനിലേക്ക് ഇടുന്നത് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഒന്നും ഇതിൻ്റെ പീസസ് ഒന്നും നമുക്ക് കാണില്ല. അന്ന് ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് നല്ലതുപോലെ റൈസിലേക്കും ചിക്കനിലേക്കൊക്കെ പിടിക്കും. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ക്യൂബാണ്. ഇതിപ്പോൾ മാഗിയുടെ ചിക്കൻ ക്യൂബാണ്. ഞാനിപ്പോൾ 2 ക്യൂബ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സോൾട്ടഡ് ആയിട്ടുള്ള ചിക്കൻ ക്യൂബാണ്. അപ്പോൾ ചിക്കൻ ക്യൂബ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ സോൾട്ടഡ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ പിന്നീട് ഇതിലേക്ക് ചേർക്കുന്ന ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഞാൻ കാണിച്ച 4 ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ മന്തിയുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. നിങ്ങൾ ഇതുവരെ ഇതൊന്നും യൂസ് ചെയ്യാതെയാണ് ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഇതും കൂടി ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യൂബ് സോൾട്ടഡ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. കോക്കനട്ട് ഓയിലൊന്നും യൂസ് ചെയ്യരുത്. 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി മസാലയെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയിൽ എന്തിൻ്റെയും കുറവുണ്ടോ, ഉപ്പ് വരുവൊക്കെ കുറവുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ എല്ലാ ഭാഗത്തും മസാല തേച്ച് പിടിപ്പിക്കണം. ഞാൻ മസാല ഉണ്ടാക്കിയെടുത്ത സമയത്ത് ഇതിലേക്കൊരു ഇൻഗ്രീഡിയൻറ്റ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ലെമൺ ജ്യൂസ്. അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസ് കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചേർക്കുമ്പോൾ മസാല ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് 1/2 മണിക്കൂർ നേരമെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ഒട്ടും ടൈമില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നേരമെങ്കിലും വെക്കണം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് വേവിച്ചെടുക്കാം. മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനിലേക്ക് 1 കിലോ റൈസാണ്. ഇത് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ചെറിയ റൈസൊന്നും എടുക്കാതെ ഇതുപോലെ കുറച്ച് നീളമുള്ള ടൈപ്പ് അരി തന്നെ
ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം കുതിർത്താൻ വെച്ചിട്ടുള്ള അരിയാണിത്. ഇനി ഇത് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്നത് വെള്ളം വറ്റിച്ചെടുക്കുന്ന രീതിയിലല്ല, കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് ഊറ്റിയെടുക്കുന്ന രീതിയിലാണ് മന്തിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് വേവിച്ചെടുക്കേണ്ടത്. അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതിപ്പോൾ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവൊന്നും പറയാനില്ല, ഏതാണ്ട് അരിയുടെ ഒരു 3 ഇരട്ടി വെള്ളമെങ്കിലും മിനിമം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കും. ഒരുപാട് മസാലയൊന്നുമില്ല. ചെറിയ പീസ് പട്ട ഒന്ന് കൈവച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്കായ, ഒരു 3-4 ഗ്രാമ്പു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡ്രൈ ലെമനാണ്. ഇതിപ്പോൾ ഓപ്ഷനിലാണ്, പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈസിലേക്ക് ഈ ഡ്രൈ ലെമൻ്റെ നല്ലൊരു ഫ്ലേവർ വരും. അറബിക് ഡിഷസിലൊക്കെ ഒരു മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഡ്രൈ ലെമൺ. നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഹോൾ ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങി വരില്ല. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ്. അരി വേവിച്ചെടുക്കുമ്പോൾ അല്പം ഉപ്പ് മുന്തി നിൽക്കുന്ന രീതിയിൽ തന്നെ വേവിച്ചെടുക്കുകയാണ് നല്ലത്. ഏതാണ്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ആദ്യത്തെ 2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഏതാണ്ട് ഒരു 7 to 8 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അരി വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അരി ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ഏതാണ്ട് ഒരു 80% വേവ് മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. കാരണം നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ ഉണ്ടാകുന്ന പോലെ അത്ര അരിയുടെ വേവ് നമുക്ക് ആവശ്യമില്ല. അരി മുഴുവനായിട്ടും വേവിക്കാതെ നമ്മളിതൊന്ന് ഒരു 3/4 ഭാഗം വേവിൽ തന്നെ എടുക്കണം. കാരണം നമ്മൾ ലാസ്റ്റ് ദം ചെയ്യാൻ കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റൈസ് പെർഫെക്റ്റായി കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ചോറ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏതാണ്ട് 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അരിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ അരിയുടെ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടണം. നമ്മൾ കൈ വെച്ചിട്ട് ഉടച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടി വരണം, എന്നാൽ വല്ലാതെ അങ്ങ് കുഴഞ്ഞു പോവുകയും ചെയ്യരുത്. ഈ ഒരു വേവിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കിതിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേർത്ത പട്ട, ഗ്രാമ്പു, ഏലക്കായ എല്ലാം ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് കൂടെ മിക്സ് ചെയ്തെടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 മണിക്കൂർ നേരം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ ദം ചെയ്യാൻ പോകുന്നത് അതേ പാത്രത്തിൽ തന്നെ ഇട്ടിട്ടാണ് ചിക്കൻ വേവിച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഈ പാത്രത്തിലാണ് ദം ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇറക്കി വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കനൊക്കെ ഇതിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഓരോ ചിക്കനും സെപ്പറേറ്റ് ഒന്നിന് മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ മാക്സിമം പരത്തി വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി ആദ്യത്തെ 2 to 3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ലോ ടു മീഡിയം എന്ന ലെവലിൽ ആക്കി വെച്ചിട്ട് ഏതാണ്ട് ഒരു 20 to 25 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്ക് ഒന്ന് ലിഡ് തുറന്ന് ചിക്കൻ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിലൊട്ടും വെള്ളമൊന്നും ചേർക്കാതെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. എന്നാൽ പുറം ഭാഗം അല്പം ഷാലോ ഫ്രൈ ചെയ്ത ആ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതുമാത്രമല്ല അടച്ചു വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് കുക്കാവാൻ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ നമ്മളിതിലൊട്ടും വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്നൊക്കെ വെള്ളം വറ്റിയിട്ട് ചിക്കൻ മസാലയൊക്കെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടുള്ള ചിക്കനാണ്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് ഒരു 10-15 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏതാണ്ട് ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ലൊരു ഷാലോ ഫ്രൈ ചെയ്ത ഒരു ടെക്സ്ചറിലാണ് ഉള്ളത്. എന്നുള്ളിലൊക്കെ നല്ല സോഫ്റ്റാണ്. നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മളിതിലേക്ക് ഒട്ടും കളേഴ്സ് ഒന്നും ചേർക്കാതെ തന്നെ ചിക്കനൊക്കെ നല്ലൊരു റെഡിഷ് കളറുണ്ട്. അതേപോലെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഒന്നും ഇതിലിപ്പോൾ കാണുന്നില്ല. എല്ലാം നല്ലതുപോലെ വെന്ത് കുഴഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടുമില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് ദം ചെയ്യലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ചിക്കൻ ഇതേപോലെ തന്നെ താഴെ നിരത്തുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം. റൈസ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ നമ്മളിതുപോലെ അമർത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 4-5 പച്ചമുളക് ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കുക. പച്ചമുളക് ഇങ്ങനെ വെക്കുന്നത് എരിവിന് വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ, ആ ഒരു ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ റൈസിന് ഒരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം കളർ ചേർക്കുന്നതിന് പകരം 1 ടീസ്പൂൺ ഓയിലിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളത് സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു വൈറ്റും യെല്ലോയും അതുപോലെ തന്നെ റെഡ് കളറിലുള്ള റൈസും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു റൈസാണ് കിട്ടുക. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫൈനലായിട്ട് ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന മന്തിക്ക് നല്ലൊരു സ്മോക്കി സ്മെൽ ഉണ്ടായിരിക്കും. അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. നമ്മൾ റൈസിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു ബൗൾ എന്തെങ്കിലും വയ്ക്കുക. ഇനി ചെയ്യേണ്ടത് ഇതുപോലെ നമുക്ക് ചാർക്കോളൊക്കെ ഷോപ്പുകളിൽ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. നല്ലതുപോലെ ഒന്ന് കത്തിച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. നല്ല കനൽ മല ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് പുകഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അല്പം ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ പുകയാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ പുകയൊക്കെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ നല്ലതുപോലെ ഇത് കവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു അലുമിനിയം പേപ്പർ കൊണ്ട് ആദ്യം കവർ ചെയ്യാണ്. അതിനുശേഷം ഇതിലിട്ട് വെച്ചിട്ട് അടയ്ക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇത് ദം ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയും കുറച്ച് വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തവയോ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം കയറ്റി വയ്ക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് ദം ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ചിരിക്കുന്ന ചാർക്കോൾ എടുത്ത് മാറ്റാം. അതിനുശേഷം പച്ചമുളക് നിങ്ങൾക്ക് ഇതിൽ മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അതല്ലെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇത് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ പിക്കിളിൻ്റെ കൂടെ വെച്ച് കൊടുക്കുകയും ചെയ്യാം. ഇനി ചോറ് പതിയെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി വല്ലാതെ മിക്സ് ആക്കരുത്. നമുക്ക് ഒരു 3 കളേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കുറച്ചൊന്ന് മാറ്റി വയ്ക്കുക ചോറിൻ്റെ മുകൾ ഭാഗം. എന്നിട്ട് താഴെ നിന്ന് ചിക്കൻ പീസസ് എല്ലാം മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. അതിനുശേഷം നമ്മുടെ ചിക്കനിൻ്റെ മസാലയും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കണം റൈസ്. ഈ ഒരു മെത്തേഡിലാണ് ചോറ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്മോക്കി സ്മെല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റൊന്നും പോവാതെ തന്നെ വീട്ടിൽ നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ദിവസം കാണാം. അതുവരെ എല്ലാവരോടും ബൈ.